ജൂൺ മാസം 10-ാം തീയതി ആരംഭിക്കുകയാണ്. ബഡ്ജറ്റിന്റെ മുകളിലെ ചർച്ച ചെയ്യാനും പാസ്സാക്കാനുമാണ് ഈ സെഷൻ ചേരുന്നത്. ഇത് ബജറ്റിന്റെ സൂക്ഷ്മ പരിശോധനയും സബ്ജക്ട് കമ്മിറ്റിക്ക് തിരിച്ചുള്ള പരിശോധനയ്ക്കും വേണ്ടിയാണ്. ആകെ 28 ദിവസമാണ് സഭ ചേരുന്നത്. ജൂൺ 11 മുതൽ ജൂലൈ 8 വരെ 13 ദിവസം എക്സ്ക്ലൂസീവ്ലി ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് പാസ്സാക്കാനാണ് നീക്കിവച്ചിട്ടുള്ളത്. സമ്മേളന കാലയളവിൽ 5 ദിവസം അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവച്ചിട്ടുണ്ട്. 8 ദിവസം ഗവൺമെന്റ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 2024-25 വർഷത്തെ ബജറ്റിനെ സംബന്ധിച്ച ഉപധനാഭ്യർത്ഥനകൾ, ധനവിനിയോഗ ബില്ലുകളും ഈ സമ്മേളനത്തിൽ പാസ്സാക്കുന്നതാണ്. അതുപോലെ തന്നെ ആദ്യ ദിവസം, അതായത് മൺഡേ ജൂൺ 10-ാം തീയതി രാവിലെ ക്വസ്റ്റ്യൻ അവർ കഴിഞ്ഞാൽ ഒരല്പസമയം സഭ നിർത്തിവെക്കുന്ന മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, 15ാമത് KLAയുടെ ഫോട്ടോ എടുപ്പിന് വേണ്ടിയാണ്. ഇത് ഇത്രയും ദിവസം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് 3 വർഷം പൂർത്തിയായി. അതുകൊണ്ട് ഫോട്ടോ സെഷൻ ജൂൺ മാസം 10-ാം തീയതിയാണ്. ആഫ്റ്റർ ക്വസ്റ്റ്യൻ സെഷനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അന്ന് തന്നെ 2024 കേരള പഞ്ചായത്ത് രാജ് 2ാം ഭേദഗതി ബിൽ, 2024 കേരള മുനിസിപ്പാലിറ്റി 2ാം ഭേദഗതി ബിൽ ഇത് അവതരിപ്പിച്ച് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനക്കയക്കും. ആ ദിവസം ഇതിനു വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. മറ്റ് ദിവസങ്ങളിലെ കാര്യങ്ങളെല്ലാം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിക്ക് തീരുമാനിക്കാവുന്നതാണ്. ഈ സെഷന്റെ ഇടയിൽ ജൂൺ 13, 14, 15 തീയതികളിലാണ്